വായിക്കാം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവൻ. ഹല്ലേലൂയ. നമ്മൾ വ്യാപരിക്കുന്ന ശക്തി ഏതാ? പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിന്റെ ശക്തി. സ്തോത്രം. ആ ഉയർപ്പിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട് ഹല്ലേലൂയ സ്നാനപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ മേൽ ഹല്ലേലൂയ വ്യാപരിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ഉയർപ്പിന്റെ ശക്തിയാ. ഹാലയിൽ മരിച്ചുയർത്ത് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിന്റെ മരണത്തെ ജയിച്ച, പാതാളത്തെ ജയിച്ച ഹാലലൂയ കർത്താവിന്റെ ശക്തി ഓരോ ദൈവ പൈതലിന്റെയും ജീവിതത്തിൽ ലൈഫിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കണം. ഈ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒറ്റ കാര്യമാ, സ്തോത്രം, നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ ആ ശക്തിക്ക് കഴിയും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്ത് കാര്യം കർത്താവിനോട് ചോദിക്കുന്നുവോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് നനയ്ക്കുന്നുവോ, നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിനപ്പുറമായി എക്സീഡിങ് ആയിട്ട് ചെയ്യുവാൻ, അബണ്ടന്റ് ആയിട്ട് ചെയ്യുവാൻ, സുലഭമായിട്ട് നമ്മൾക്ക് ചിന്തിക്കുന്നതിനും നനയ്ക്കുന്നതിനും അപ്പുറമായിട്ടുള്ള ദൈവ പ്രവർത്തികളെ നമ്മളുടെ ലൈഫിൽ വിളിച്ചു വരുത്തുവാൻ, അതിന് കൊണ്ടുവന്ന് തരുവാൻ ഈ ശക്തിക്ക് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇത് പകൽക്കാലം നാം വിശ്വസിക്കണം. ദൈവമക്കളെ, ഹല്ലേലൂയ, കർത്താവിന്റെ മക്കൾ എന്ന നിലയിൽ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവകാശികളാണെങ്കിൽ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഉയർപ്പിന്റെ ശക്തിയാൽ നമ്മെ കർത്താവ് നിറച്ചിരിക്കാൻ, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഹല്ലേലൂയ, ആ റിസറക്ഷൻ പവർ നിങ്ങൾ വിശ്വസിക്കണം. കർത്താവെ, ആ ശക്തി ഹല്ലേലൂയ എൻ്റെ ലൈഫിൽ കർത്താവ് ശൂന്യമായി കിടക്കുന്ന ചില സാഹചര്യങ്ങളെ പണിയുവാൻ, കർത്താവെ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമായിട്ട് എൻ്റെ ലൈഫിൽ ചെയ്യുവാൻ ആ ശക്തി കഴിയുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രം, യേശു കർത്താവിന്റെ മരണശേഷം ഹല്ലേലൂയ കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിൽ, അതായത് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കായികയോ അല്ലെങ്കിൽ വിശ്വസിച്ചിട്ടോ എന്തോ അറിയത്തില്ല, അവര് പതറിപ്പോയ ഒരു സാഹചര്യത്തിൽ വീണ്ടും മീൻപിടുത്തത്തിനായിട്ട് പോകുന്ന ശിഷ്യഗണത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പത്രോസിനെ കൂട്ടരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, അവിടെ നമുക്ക് വ്യക്തമായിട്ടും ഹല്ലേലൂയ കർത്താവ് അവിടെ വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെടുന്ന ഒരു സീൻ അവിടെ കാണുന്നത്. ഹല്ലേലൂയ, വാഗ്ദത്തം ചെയ്തതുപോലെ പറഞ്ഞതുപോലെ വാക്കുമാറാത്തവനായ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതും അവരുമായിട്ട് ഹല്ലേലൂയ അവരെ മീൻപിടുത്തത്തിന് അവരെ സഹായിച്ച് അവർ അത്ഭുതം കൂറുമാറ് സ്തോത്രം, അവർ ഇന്നുവരെ ജീവിതത്തിൽ പക്ഷെ കണ്ടിട്ടില്ലാത്തവണ്ണമുള്ള ഒരു പെരുത്ത മീൻകൂട്ടത്തെ, ഒരു 153 മത്സ്യങ്ങളെ അവർ പിടിക്കാവുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. നോക്കിക്കേ, ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം മത്സ്യം ഒരുപാട് കാണുമ്പോൾ അതിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അതിന്റെ കൂട്ടമൊക്കെ കാണുമ്പോൾ അവർക്ക് ഒത്തിരി അത്ഭുതം. പക്ഷെ ഇവിടെ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവം മനസ്സിലാക്കുന്ന ഒരു കാര്യം, ആ മത്സ്യത്തിന്റെ വലിപ്പമല്ല, 153 ഫിഷിന്റെ വലിപ്പമല്ല അവരെ അവിടെ കൂടുതൽ അതിശോക്തിയിലാക്കി, എന്താ പറയാ, അവരെ അത്ഭുതവാന്മാരാക്കിയത് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷനായ യേശു കർത്താവിന്റെ പ്രവൃത്തിയാ. സ്തോത്രം. തീർന്നു എന്ന് അവർ വിചാരിച്ചു. ഹല്ലേലൂയ, ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് ഞങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്ന ആള് മറ്റുള്ളവരെ, ഇന്നലെ വരെ യേശുവിന്റെ കൂടെ നടന്നതാ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. പലയിടത്തും പത്രോസ് തള്ളി പറയാൻ ഇടയായി. സ്തോത്രം. ഹല്ലേലൂയ, തല താഴ്ത്തി ഇനിയിപ്പം മുന്നോട്ട് ഒരു വഴിയില്ല. സ്തോത്രം എന്ന നിലയിൽ നിന്ന ആ ശിഷ്യന്മാരുടെ അടുക്കലോട്ട് നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ, അവരുടെ ചിന്തകൾക്കും അവരുടെ വിചാരങ്ങൾക്കും അപ്പുറമായിട്ട് അവരുടെ ആവശ്യത്തെ മനസ്സിലാക്കി, അവരുടെ വിശപ്പിനെ അറിഞ്ഞ് സ്തോത്രം അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യേശു. ഹല്ലേലൂയ, സ്തോത്രം. നോക്കിക്കേ, കർത്താവ് അടുത്ത് വന്നിട്ട് അവരോട് വിളിച്ചു പറയുന്ന, നിങ്ങൾക്ക് കൂട്ടുകാൻ വല്ലതും ഉണ്ടോ എന്ന് വിളിച്ചു ചോദിച്ചു. രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, അവർക്കൊന്നും കിട്ടിയില്ല. സ്തോത്രം. അപ്പൊ കർത്താവ് അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുക, കുഞ്ഞുങ്ങളെ കഴിക്കാൻ വല്ലതും ഉണ്ടോ, കൂട്ടുപോകാൻ വല്ലതും ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് വിളിച്ചു ചോദിക്കുന്നത്. ഡു യു ഹാവ് എനി ഫുഡ്? നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടോ? എന്തെങ്കിലും നിങ്ങൾ ശേഷിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, നിങ്ങൾ എന്നെ കൂടാതെയാ പോയത്, പക്ഷെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ശിഷ്യന്മാരോട് വിളിച്ചു പറയുന്നുണ്ട്, കർത്താവായെന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല, ഒന്നുമില്ല, നത്തിങ്.
ഒന്നുമില്ല. സ്തോത്രം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, യേശു ഇല്ലാതെയുള്ള യാത്രയിൽ നമുക്കൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ. യേശു കൂടാതെയുള്ള യാത്രകൾ എപ്പോഴും ശൂന്യമാണ്. അതേസമയം യേശു ഉള്ള യാത്രകൾ സമൃദ്ധിയുടെ യാത്രകളായിരിക്കും. ഹാലലൂയ. യേശു നമ്മുടെ പടകിലുണ്ടെങ്കിൽ, യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നാം ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. പരാജയത്തിന് ഹാലലൂയ, യേശുവിന്റെ ഡിക്ഷണറിയിൽ പരാജയത്തിന് സ്ഥാനമില്ല. സ്തോത്രം. അവിടെ നിറയ്ക്കുന്ന ദൈവമാണ്. അവിടെ ശൂന്യതകളെ മാറ്റി സമൃദ്ധിയെ നിറയ്ക്കുന്ന ദൈവം നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് വിളിച്ചു പറയുന്നു, നിങ്ങൾ ആ പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കിക്കേ, കർത്താവ് പറയുമ്പോൾ അതിനെ അനുസരിച്ചവർ. ഹല്ലേലൂയ. അവർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു, രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം ഞങ്ങൾ നോക്കിയത്. കാരണം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം എവിടെ മീൻ കിട്ടുമെന്നുള്ളത് അവർ വ്യക്തമായിട്ട് അറിയാം. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ ഞാൻ മാൽദീവ്സിലായിരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട്, രാത്രിയിലൊക്കെ ഫിഷിങ്ങിന് പോകുന്ന മത്സ്യത്തൊഴിലാളികളെ കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പോയി നിറയെ മത്സ്യവുമായിട്ട്, കാരണം ഉൾക്കടലിലോട്ട് പോയി എവിടെ വീശണം, എവിടെ വീശിയാൽ ഇന്ന മീൻ കിട്ടും എന്നൊക്കെ അവർക്ക് വ്യക്തമായി ധാരണയുള്ളവരാണ്. പക്ഷേ കർത്താവ് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, നിസ്സാരമായ ഒരു വാക്കായിട്ട് അതിനെ തള്ളിക്കളയാതെ, ബുദ്ധിശൂന്യമായിട്ടൊരു വാക്കായിട്ട് അതിനെ തള്ളിക്കളയാതെ അതവരനുസരിക്കാൻ തക്കവണ്ണം അവരിടയായപ്പോൾ നോക്കിക്കേ, അവരുടെ വല കീറുവാൻ തക്കവണ്ണം മീനെ കൊണ്ട് നിറയാൻ ഇടയായി തീർന്നു. സ്തോത്രം. നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും കർത്താവ് പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം, ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് പലപ്പോഴും കർത്താവ് ദൈവവചനത്തിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരിലൂടെ ഒക്കെ നമ്മളോട് ദൈവം സംസാരിക്കാൻ ഇടയുണ്ട്. സ്തോത്രം. പക്ഷെ നേരിട്ട് വന്ന് കർത്താവ് നമ്മോട് സംസാരിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ അടുത്ത പ്രിയപ്പെട്ടവരിലൂടെ, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത ചില വ്യക്തികളിലൂടെ, അല്ലെങ്കിൽ ദൈവവചനത്തിലൂടെ, അല്ലെങ്കിൽ ഒരു മെസ്സേജ് കേൾക്കുമ്പോഴേക്കും പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ ഇൻസ്ട്രക്ഷൻസ് തരാറുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ അതിനൊക്കെ ഗൗനിക്കാറുണ്ട്, നമ്മൾ അത് എത്രത്തോളം വില കൊടുക്കാറുണ്ട്. ഒരു പക്ഷേ വലിയ ചില ദൈവിക അടയാളങ്ങളും നന്മകൾ നമ്മളുടെ ഇടയിലോട്ട് വലിച്ചു കയറ്റുന്നത് ഇതുപോലെയുള്ള ചെറിയ അനുസരണങ്ങളാണ്. നമ്മൾ മറന്നു പോകരുത്. സ്തോത്രം. അവരനുസരിക്കാൻ തയ്യാറായി. അവർ വിശ്വസിക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. അപ്പോൾ തന്നെ വല നിറഞ്ഞ മാറും. 153 ഫിഷിനാൽ കർത്താവ് ആ പടകിനെ നിറയ്ക്കുവാൻ കൊണ്ട് ഇടയായിത്തീർന്നു. ഈ പകൽക്കാലം ഞാനിത് പറയുമ്പോൾ സ്തോത്രം, കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളതും, അല്ല നിങ്ങളുടെ ഭവനത്തെ നോക്കി ദൈവം പറഞ്ഞ ചില ആലോചനകൾക്ക് സ്റ്റെപ്പുകൾ വെക്കാതെ എവിടെങ്കിലും നിങ്ങൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൈവസ്ഥലം ഒന്ന് റീസ്റ്റോർ ചെയ്യാനുള്ള അവസരമാണ്. കർത്താവിന്റെ സ്ഥലം ഒന്ന് പുതുക്കുവാൻ, ഒരു പുതുക്കൽ പ്രാപിക്കാനുള്ള അവസരമാണ് കേട്ടോ. സ്തോത്രം. കർത്താവിന്റെ സ്ഥലം, കർത്താവെ ഞാനും എൻ്റെ കുടുംബം അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ, കർത്താവ് അല്ലെ ഇന്ന വിഷയത്തോളം അങ്ങയോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഞാനത് പിന്നെയാട്ടെ എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഞാൻ മാറ്റിവെച്ച് കർത്താവെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ നോക്കിയിരുന്നു. അപ്പൊ സ്തോത്രം, അങ്ങയുടെ ശബ്ദമാണ് ഞാൻ തിരിച്ചറിയുന്നു, ഞാനത് ചെയ്തു കൊള്ളാം. കർത്താവെ നിങ്ങളോട് വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനോട് ആമേൻ പറഞ്ഞു. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞു. സ്തോത്രം. അല്ല ചില നന്മകളുടെ ഹല്ലേലൂയ വലിയ വിടുതലുകൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. അവര് വലിയ കഷ്ടപ്പെട്ട്, സ്തോത്രം, ഹാർഡ്ഷിപ്പായിട്ട് വലിയ കഷ്ടങ്ങൾ രാത്രി മുഴുവൻ കഴിച്ചെങ്കിൽ ആ പ്രഭാതം അവർക്ക്, സ്തോത്രം, ഹല്ലേലൂയ, സന്തോഷത്തിന്റെ അനുഭവമാക്കി മാറ്റി. മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഏതൊരു കഷ്ടത്തിനും ഹല്ലേലൂയ ഒരു പരിധി ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഒരു ഓവർനൈറ്റിൽ ഒരു പക്ഷെ തീരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു സീസണിൽ അത് മാറുന്നതായിരിക്കും, ഒരിക്കലും മാറാതിരിക്കത്തില്ല. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ. കഷ്ടങ്ങളെ മാറ്റുന്ന ദൈവമാണ്. അത് അല്പകാലത്തേക്ക്. ഹല്ലേലൂയ. പകൽക്കാലം ഇന്ന് കർത്താദാസൻ ഓർപ്പിച്ചതുപോലെ കഷ്ടത എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു വരമായിട്ട് കർത്താവ് നമ്മുടെ ലൈഫിൽ തന്നിരിക്കുക. അപ്പോഴും നമ്മൾ കർത്താവിനെ മുറുകെ പിടിക്കുന്നുവെങ്കിൽ, സ്തോത്രം, അതിനെ മധുരമാക്കി, അതിനെ സമൃദ്ധിയാക്കി മാറ്റി തരുവാൻ നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. അവർ വിശ്വസിക്കാൻ തയ്യാറായപ്പോൾ, അവർ അതിനെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ, ദൈവമക്കളെ, വല നിറയുന്ന അനുഭവത്തിൽ അവർ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പക്ഷേ വലിയ മത്സ്യങ്ങളായിരിക്കാം, ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഏറ്റവും നല്ല മത്സ്യങ്ങളാൽ അവരെ വലയിൽ നിറയ്ക്കുവാൻ ഇടയായിത്തീർന്നു. സ്തോത്രം. അതുവരെയും ശിഷ്യന്മാർ തിരിച്ചറിഞ്ഞ് അവർ പഠിച്ചിട്ട് വലിയൊരു പാഠമാണ്. സ്തോത്രം. അവർ സ്വന്തം ബുദ്ധിയിലും സ്വന്തം ആഗ്രഹത്തിലും അവർ അധ്വാനിക്കാൻ പോയപ്പോൾ കർത്താവിന്റെ കരയോട് കൂടെ ഇല്ലായിരുന്നു. സ്തോത്രം. എന്നാൽ ദൈവ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് അവർ സ്റ്റെപ്പുകൾ എടുത്തു വെക്കാൻ അവർ തുടങ്ങിയപ്പോൾ
ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടാൻ തക്കോണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് ഈ പകൽക്കാലം നമ്മൾ ചിന്തിക്കണം, എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ സ്വന്തം ആലോചനയിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നീക്കുന്നുണ്ടെങ്കിൽ അതിനെ ചൊല്ലിട്ടിട്ട് കർത്താവിന്റെ കരങ്ങളിലോട്ട് അഭിഷേകത്തെ കൊടുക്കാൻ നമ്മളത് തുടങ്ങിക്കേ. കർത്താവെ അങ്ങ് പ്രവർത്തിക്കുക, എന്നെ കൊണ്ട് കഴിയത്തില്ല കർത്താവെ, ഈ വിഷയത്തിൽ എനിക്ക് പരിഹാരം കാണുവാൻ എന്നെ കൊണ്ട് സാധിക്കത്തില്ല, അങ്ങ് തന്നെ മറുപടി പറയണം, അങ്ങ് പറയുന്നത് ഞാൻ അനുസരിച്ചോളാം കർത്താവെ എന്ന് പറഞ്ഞ ദിവസത്തിന് കൊടുക്കാൻ നാം തുടങ്ങിക്കേ. സ്തോത്രം. തീർച്ചയായും കർത്താവ് നമ്മോട് സംസാരിക്കും, നമ്മൾ എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം, ഹല്ലേലൂയ, എപ്രകാരം ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വസിക്കേ. ശിഷ്യന്മാരുടെ ലൈഫിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എല്ലാം തീർന്നെന്ന് വിചാരിച്ച് സ്തോത്രം സ്റ്റോപ്പിട്ട അനുഭവത്തിൽ നിന്ന് കർത്താവ് പുതിയ ഒരു അനുഭവം റീസ്റ്റോറേഷനിലേക്ക് അവരെ കൂട്ടമായിട്ട് അവരെ മടക്കി കൊണ്ടുവന്നെങ്കിൽ നമ്മുടെയും ലൈഫിലും ഇതുപോലെയൊക്കെയും എവിടെയെങ്കിലും ഒക്കെ നിശ്ചലമായി കിടക്കുന്ന വിഷയങ്ങളുടെ മധ്യേ കർത്താവിന്റെ കരത്തിലോട്ട് കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹല്ലേലൂയ, കർത്താവ് വലിയ മൾട്ടിറ്റ്യൂഡായിട്ടുള്ള ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിൽ നമ്മുടെ പടകിൽ നിറയ്ക്കുവാൻ കർത്താവ് ശക്തനാണ്. അതുകൊണ്ട് വിശ്വസിച്ചോ. സ്തോത്രം. ഒരുപക്ഷെ ചില ആഴത്തിൽ ഒരുപക്ഷെ നമ്മൾ പോകേണ്ട സാഹചര്യം നമ്മുടെ ലൈഫിൽ കടന്നു വരാം. ആഴത്തിലോട്ടിറങ്ങി വല വിരിക്കാൻ കർത്താവ് പറഞ്ഞതുപോലെ അല്പം കൂടി ആഴത്തിലോട്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ പോകേണ്ട സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊന്ന് ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറായിക്കേ. സ്തോത്രം. അങ്ങനെ ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ, അതിശയങ്ങളെ ചെയ്യുവാൻ, നമ്മുടെ വരകളെ നിറയ്ക്കുവാൻ, നമ്മുടെ ലൈഫിനെ മാറ്റുവാൻ ദൈവം ശക്തന. അത്ഭുതങ്ങളുടെ ദൈവമാ, അതിശയങ്ങളുടെ ദൈവമാ, അസാധാരണമാകുന്ന വീരപ്രവർത്തികളെ, ദൈവ പ്രവർത്തികളെ സ്തോത്രം ഹല്ലേലൂയ വിളിച്ചു വരുത്തുന്ന ദൈവമാ നമ്മുടെ ദൈവം. നമ്മൾ വ്യാപരിക്കുന്ന ശക്തിയാൽ നമ്മൾ വായിച്ചതുപോലെ ഹല്ലേലൂയ നമ്മൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി, അതിശയങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവശക്തി, റിഖമന ദുരാലബലവ ശന്തൽ കൗഡ രഗജന ദുരബലവലവശ ഒന്ന് വിശ്വസിക്കാൻ തയ്യാറായിക്കേ. ഇന്നലെ വിശ്വസിച്ചതുപോലെയല്ല, കഴിഞ്ഞ നിമിഷങ്ങൾ വിശ്വസിച്ചതുപോലെയല്ല. കർത്താവെ അങ്ങ് ഇതിൽ ഇറങ്ങി വരണം, അങ്ങ് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞ് ഒന്ന് ആഴത്തിൽ വിശ്വസിച്ചൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് നോക്കിക്കേ. സ്തോത്രം. ചില വിഷയങ്ങൾക്ക് തിരിവുകൾ സംഭവിക്കും കേട്ടോ. ദൈവ പ്രവർത്തി ആ വിഷയങ്ങളുടെ മധ്യ വെളിപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിരിക്കുന്ന 2 വിഷയങ്ങൾ, ഏതൊക്കെ വിഷയങ്ങളാണെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ ആ വിഷയങ്ങൾ എത്തിയിട്ടുണ്ടെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുക. അതിന്റെ മറുപടിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ ഈ കോർട്ടില് ഈ വക്കീലൊക്കെ കേസ് പരിഗണിക്കാൻ എടുക്കുന്നത് പോലെ സ്തോത്രം കർത്താവിന്റെ ആത്മാവ് എന്നോട് അറിയിക്കുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. 2 വിഷയങ്ങളുടെ മധ്യേ ദൈവസന്നിധിയിൽ ആ വിഷയത്തെ എത്തിയിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം കർത്താവിന്റെ ദാസിയെ നോക്കി ദൂത് പറയുക. ഈ ദിവസങ്ങളില് സ്തോത്ര ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആഴത്തിൽ സ്റ്റെപ്പുകൾ എടുക്കാൻ തയ്യാറായിക്കോ. സ്തോത്രം. നിശ്ചലമായി കിടക്കുന്ന ചില വിഷയങ്ങളുടെ മറ്റേ ദൈവത്തിന്റെ പ്രവൃത്തി വേഗത്തിൽ കർത്താവ് അയക്കും. ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ആലോചന അറിയിക്കുക. കോർട്ടിലെത്തിയതുപോലെ ആ വിഷയത്തിന് ഡീലിങ്സ് മാത്രം നടന്നാൽ മതി. അതുപോലെ 2 വിഷയങ്ങളുടെ മറ്റേ കർത്താവിന്റെ കരം തൊടുമെന്ന് പ്രവർത്തികളെ കർത്താവേ ുള്ള ബന്ധത്തിൽ വെളിപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ കർത്താവെ വിഷയങ്ങളുടെ മധ്യേ സംഭവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിശയങ്ങൾ സംഭവിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വം ഭവനങ്ങൾ വെളിപ്പെടേണ്ട കർത്താവ് വലിയ ദൈവ പ്രവർത്തികളെ വിളിച്ചു വരുത്തുന്നവരാക്കി ഓരോ കുടുംബങ്ങളെയും കർത്താവ് തീർക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ